അഞ്ജന കല്ലുകൾ മിനുക്കിയടുക്കി അഖിലാണ്ട. ഇതെന്ത് പറ്റി? വീല് ജാമായ. ഫ്രണ്ട് വീല് ജാമ്. മണി മണി മണിയേ, ഓ നീ വന്നേ. എന്താ മണി, ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയണം. പറയണ കേട്ടതൊന്നും ഞാൻ കള്ളം മാത്രമേ പറയാറുള്ളൂ. എന്തോന്നും പറ, എനിക്ക് അടുക്കളയിൽ പണിയുണ്ട്. പണി അവിടെ കിടക്കട്ടെ, പണി ആരും എടുത്തോണ്ട് പോയില്ല. ഈ വണ്ടി ആരെടുത്തത്? നിങ്ങളുടെ വണ്ടി നിങ്ങളല്ലേ എടുക്കണത്? അതല്ല, ഇതിന് മുമ്പ് ആരെടുത്തെന്ന്. ഈ വണ്ടി 25 വർഷമായിട്ട് നിങ്ങളെ ഇരിപ്പുണ്ട്, പിന്നെ വേറെ ആരെടുക്കും? എടി, ഇന്നലെ ആരെടുത്തെന്നാണ് ചോദിച്ചത്. ബാങ്കിൽ പോകുന്ന നേരത്തെ എടുത്തോണ്ട് പോയില്ലേ? ഞാൻ ബാങ്കിൽ പോയിട്ട് വന്നിട്ട് ആരെടുത്ത്? എന്തോ ഞാൻ ഈ വണ്ടി നോക്കിക്കൊണ്ടായിരിക്കണേ. മണി, ഫ്രണ്ട് വീല് ജാമായിരിക്കുന്നു മണി. അതിപ്പം മൊത്തത്തിൽ പണിയാണല്ലോ. ഇപ്പൊ റിങ്കി ആയിരിക്കും എടുത്തത്. അത് അറിയാമെങ്കിൽ അവളോട് ചോദിച്ചാൽ പോരായിരുന്നു. എന്നെ വെറുതെ വിളിച്ചു വരുത്തുന്ന എന്തിനാണ്? നാളെ രാവിലെ ഓഫീസിൽ പോകാനുള്ളതാണ്. ഇത് എന്തോന്ന് കഷ്ടമാണിത്. ഞാൻ ഒരു കാര്യം പറയട്ടാ, രാവിലെ ഈ വണ്ടി എടുക്കാൻ നിൽക്കാതെ ഒരു ഓട്ടോ പിടിച്ച് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേണ്ട, ഓട്ടോ എടുക്കാൻ പറ്റില്ലല്ലോ. രാവിലെ 8 മണിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു 9:30 ഓഫീസിൽ എത്തും. കുറച്ച് സ്പീഡ് ഇറങ്ങണമെന്നേ ഉള്ളൂ. പറ്റുമോ? എനക്കൊക്കെ എല്ലാം തമാശ. അവനെ വിളിച്ച ഫോൺ എടുക്കത്തൂല്ല. ആര്? ആ വർഷാപ്പിലെ പയ്യനെ. അവനാണെങ്കിൽ താലപ്പൊലിയും പല്ലക്കും ഒക്കെ ഉണ്ടെങ്കിലേ വരുള്ളൂ. ഞാൻ എങ്ങനെങ്കിലും കാല് പിടിച്ചെങ്കിലും കൊണ്ടുവരാൻ നോക്കാം. ശരി, കാപ്പി പിടിച്ചിട്ട് പോണോ? ഇനി ഈ വണ്ടി ശരിയാക്കിയതിന് ശേഷം എനിക്ക് പച്ച വെള്ളം ഇറങ്ങുള്ളൂ. എന്നാ പിന്നെ ഇറങ്ങി. പൊന്നുപോലെ നോക്കണ വണ്ടിയാണ്. എല്ലാ ആഴ്ചയിലും ഞാൻ പണി ചെയ്ത് റെഡിയാക്കുന്ന വണ്ടിയാണ്. ചായയുടെ പാത്രം ഇവിടെ ഇല്ല. ഒരു സാധനം വെച്ചിട്ട് കാണൂല. എവിടെ പോയി കിടക്കും? ആരെടുത്തോണ്ട് പോയി? ദേഷ്യം വരണം എനിക്ക്. പേടിച്ചു പോയി. എടി, പെണ്ണുങ്ങളായിട്ട് ധൈര്യമൊക്കെ വേണ്ടേ? അതും പ്രത്യേകിച്ച് എന്റെ പെങ്ങൾക്ക്. ഞാൻ സ്വപ്നം കണ്ട ചേട്ടൻ ഇപ്പൊ കയറി വരുന്നു. എടി, മുൻവശ കഥ തുറന്നു കിടക്കുക, അറിയാവോ? ആരെങ്കിലും കയറി വന്ന് ആക്രമിച്ചാലോ? അതുകൊണ്ട് കാര്യം ശ്രദ്ധിക്കണം പെങ്ങളെ. അടുക്കള നിൽക്കുമ്പോ പോലും എന്തെങ്കിലും കമ്പിപ്പാരയോ നമ്മുടെ ചെരവ അതുപോലുള്ള സാധനങ്ങൾ, മൂർച്ചയുള്ള സാധനങ്ങൾ കൈവച്ചേക്കണം. എന്തിന്? ആരെങ്കിലും വന്നാൽ ചുമ്മാതെ കുത്താവല്ലോ. എന്തോ രാവിലെ തന്നെ ഭയങ്കര സീനാണല്ലേ. പല്ലി വെച്ചായിരുന്നോ? നീയോ? പല്ലി വെക്കുന്ന ശീലമൊക്കെ ഉണ്ടല്ലേ? അല്ല മങ്ങളെ, അളിയൻ എവിടെ? അയ്യോ, ഒന്നും പറയണ്ട. രാവിലെ ആ സാധനം അനങ്ങളില്ലെന്ന്. വണ്ടിയെ സ്കൂട്ടറോ? നന്നാക്കാനായിട്ട് ആളെ വിളിക്കാൻ പോയിരിക്കണം, വർക്ക്ഷോപ്പിലെ മേസ്ത്രിയെ. അതെ, ഇനി ഞാനൊരു സത്യം പറയാം. അളിയന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ആ പരട്ട സ്കൂട്ടറാണ്. ഓ സത്യം. പക്ഷെ അച്ഛൻ പറയണത് അച്ഛന്റെ ഐശ്വര്യത്തിന് കാരണം ഈ വണ്ടിന്നാണ്. പിന്നെ ഭയങ്കര ഐശ്വര്യമല്ലേ? ഇനി പെങ്ങളെ, അങ്ങേരില്ലാത്ത സമയം നോക്കി ആ സ്കൂട്ടർ എടുത്ത് വല്ല പിച്ചക്കാർക്കോ ആക്രിക്കാർക്കോ എടുത്തു കൊടുക്കണം. അതിനകത്ത് ദാനം കൊടുത്ത് ആരെങ്കിലും വാങ്ങിച്ചോണ്ട് പോണ്ടേ? അതും ശരിയാ. മക്കളെ, ഇപ്പൊ അളിയൻ ഇവിടെ ഇല്ലല്ലോ. നിങ്ങൾ എന്റെ കൂടെ നിൽക്കുവോ? നിൽക്കുമല്ലോ. നിൽക്കുകയാണെങ്കിൽ വണ്ടിയുടെ കാര്യത്തിൽ മാമൻ ഇപ്പൊ ഒരു തീരുമാനം ഉണ്ടാക്കി തരാം. മാമ എന്താണ് ഐഡിയ പറ? നമുക്ക് ഇച്ചിരി മണ്ണെണ്ണ ഒഴിച്ച് വണ്ടി അങ്ങ് കത്തിക്കാം. അകത്ത് പെട്രോൾ എടുക്കുന്നോണ്ട് നല്ല പൊട്ടിത്തെറിക്കും, കാണാൻ നല്ല രസമായിരിക്കും. എന്താ പറയുന്നത്? വണ്ടി കത്തിക്കഴിയുമ്പോ നിങ്ങൾ അളിയനെ വിളിച്ച് പറയണം,
ഇതേണ്ട വണ്ടി കത്തി എന്ന് പറയണം. അതിനു മുമ്പ് ഞാൻ അങ്ങ് സ്ഥലം വിടും. വണ്ടി പൂർണ്ണമായും കത്തിക്കഴിഞ്ഞ് അളിയനെ വിവരം അറിയിക്കാവൂ. പകുതി കത്തിയാണെങ്കിൽ അളിയൻ വീണ്ടും നന്നാക്കി എടുത്തു കളയും. അതുറപ്പല്ലേ? ആ അളിയൻ വന്നു കഴിയുമ്പം ഞാനിതൊന്നും അറിയാൻ വയ്യാത്ത എൻ്റെ വീട്ടിൽ ഇങ്ങോട്ട് വന്ന് കയറാം. എങ്ങനെയുണ്ട്? കൂടെ നിൽക്കാവോ? പാവം. ഏത് വണ്ടിയോ? രവിയേട്ടൻ. എടി ഇരുന്നിരിപ്പില്ലേ വണ്ടി കത്തി എന്ന് പറഞ്ഞാൽ മതി. ആര് വിശ്വസിക്കും? പ്രത്യേകിച്ചു അളിയൻ. ഒരു കാര്യം ഓർക്കണം, ഇത് നിനക്കും പിള്ളേർക്കും വേണ്ടിയാ ഞാനിത് സെറ്റ് ഔട്ട് ചെയ്യുന്നത്. ആ സംഭവം മാമൻ പറഞ്ഞത് സത്യമാണെങ്കിലും പക്ഷെ അത്രയ്ക്ക് വേണോ? വേണം വേണം. അതല്ല മാമ, വണ്ടി എങ്ങാനും പൊട്ടിത്തെറിച്ചെന്ന് പറയുമ്പോഴേ അച്ഛന്റെ ഹാർട്ട് അറ്റാക്ക് വന്നല്ല. അയ്യോ അത് പിന്നെ ഉറപ്പല്ലേ? അതെ. ഓ അതൊന്നും വേണ്ട. സംഭവം എന്താ അറിയോ, ആ വണ്ടിയായിട്ട് രവിയേട്ടന് വല്ലാത്തൊരു ആത്മബന്ധമാണ്. ചിലപ്പോ കളി കാര്യാവും. ഞാൻ കത്തിക്കാനുള്ള ഒരു മൂഡിലായിരുന്നു. കളഞ്ഞു. അല്ല കുഴപ്പമില്ല. കുറച്ചു നാൾ കഴിയുമ്പം നിങ്ങൾ തന്നെ എന്നെ വിളിച്ച് പറയും, മാമാ വാ വണ്ടി കത്തിക്കാമെന്ന് കേട്ടാ. അതൊക്കെ പോട്ട്. കഴിക്കാൻ വല്ലത് എടുക്കട്ടാ? എന്താ കഴിക്കാൻ? പുട്ട്. പുട്ടാന്നോ? 3 കുറ്റി എടുത്തു. എനിക്കും. നിനക്കും 3 കുറ്റി? കിടക്കട്ടെ. എനിക്കും വേണം. വിശക്കണം. നിർത്ത്. നിങ്ങൾ എന്തിനാണ് കാണിക്കുന്നത്? ഇറങ്ങി അങ്ങോട്ട്. നീ ഇറങ്ങ്. നിങ്ങളെ വണ്ടി പോലെ അല്ല, നിങ്ങൾ ഇറങ്ങിയാലേ എനിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. എന്തിനാണ് ഇതോയിരിക്കുന്നു വണ്ടി. ഇതോ ഇരിക്കണെന്ന് പറഞ്ഞാ വെയിങ്ങോട്ട് എടുത്തോണ്ട് വരി. വീല് ജാമായിരിക്കണത്. ഞാൻ വന്നെന്ന് പറഞ്ഞാ വണ്ടി ഇനി വരും. നീ ആര് മഹാരാജാവാ വന്നെന്ന് പറഞ്ഞാൽ? നിങ്ങളിപ്പോ എടുത്തോണ്ട് വരി ഇങ്ങോട്ട്. ഇവന്റെ ഒക്കെ കാല് പിടിക്കേണ്ട ഗതിയാണ്. വീല് ജാമിങ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? ഇങ്ങോട്ട് കൊണ്ടുവരും പെട്ടെന്ന്. പെട്ടെന്ന് കൊണ്ടുവരാൻ തോന്നും. വണ്ടി അനങ്ങണ്ടേ? ശരിക്ക് ഞാൻ തള്ളിക്കൊണ്ടുവരികയാണ്. എന്റെ പേര് പറഞ്ഞ വണ്ടി വന്നണ്ട. ഇപ്പൊ ഞാൻ തള്ളിയത് ചുമ്മേ. പേര് പറഞ്ഞ വണ്ടി വരും. എന്തിനാണ് ജാമായിരിക്കണെന്ന് പറയണ? ഫ്രണ്ട് വീല് ശരിയിട്ട് കറങ്ങുന്നില്ല. മണിയായി എടുത്തരാവേ. അളിയന്റെ വിളിയാണല്ലോ കേൾക്കുന്നത്. ഇതിന്റെ ബാക്ക് ടയർ കുഴപ്പമില്ല കേട്ടാ, ഫ്രണ്ട് ടയറാണ് പ്രശ്നം. ഇതെല്ലാം പ്രശ്നം തന്നെ. ഇത് മൊത്തത്തിൽ പ്രശ്നമായി കിടക്കുകയാണ്. ഇനി വേറെ പ്രശ്നമൊന്നുമില്ല. നീ കഴിഞ്ഞ മാസം ശരിയാക്കിയല്ലേ? ഇത് സ്ട്രക്കായിരിക്കുന്ന വണ്ടിയല്ലേ, ഇതിന് മൊത്തം പൊളിച്ചാലേ ഇത് ശരിയാക്കാൻ പറ്റുള്ളൂ. മൊത്തം ഒന്ന് വണ്ടി പൊളിക്കണോ? നീ ആ വീല് പൊളിക്കും. വീല് നോക്കും. പൊളിച്ചേ പറ്റുള്ളൂ. അളിയാ ഞാനാ? നീയാ? ഞാൻ എന്റെ അളിയനെയാണ് വിളിച്ചത്. അളിയാ, ഈ അടുത്ത കാലത്തായിട്ടെ ഇവനൊരു പിണക്കം. ഇടയ്ക്കിടയ്ക്ക് എന്നോട് ഇങ്ങനെ പിണക്കമുണ്ട്. ഞാൻ എപ്പോഴെണ്ണ നിങ്ങളടുത്ത് പിണങ്ങിയത്? ഞാൻ ഒന്നും മനസ്സിൽ വെച്ചോണ്ടിരിക്കുന്ന ആളൊന്നുമല്ല. എടാ അണ്ണിത്തലേ, നിന്നെ അല്ല, ഞാൻ എന്റെ വണ്ടിയുടെ കാര്യമാണ് പറഞ്ഞത്. ചേച്ചി, 2 പിള്ളേരെന്ത് ചേച്ചി മിണ്ടായിക്കണേ? ഇതാര് ചേച്ചി? ഇത് എന്റെ ചേട്ടൻ, മണിക്കുട്ടൻ ചേട്ടൻ. ഓ, നിങ്ങൾ പറഞ്ഞ മറ്റേ കക്ഷി ഇതാണല്ലേ? ഏത് കക്ഷി? ആള് പറയട്ടെ. അന്ന് പറഞ്ഞ കക്ഷി മറ്റേ. നിനക്ക് ചായ വല്ലതും വേണോ? മണി ചായ വന്ന പണി ഇത് കഴിഞ്ഞ ശേഷം നമുക്ക് ഹോർലിക്സ് ഇട്ട ചായ കൊടുക്കാം. ഞാൻ പണിയില്ലേ, നിങ്ങളൊന്ന് ചെയ്യോ പണി? നീ നോക്കണേ. ഞാൻ ഇരുന്നത് ഇതിന്റെ കംപ്ലൈന്റ് നോക്കാൻ. നിങ്ങൾ എന്തിനാ ഇരിക്കണേ? ഞാൻ ഇരുന്നത് നീ ആ കംപ്ലൈന്റ് നോക്കണത് കാണാൻ വേണ്ടി ഇരുന്നത്. കഷ്ടം തന്നെ. ഇവൻ വശപ്പശകാൻ തോന്നുന്നു. അണ്ണാ നോക്കി അടിക്കാം. ഒന്ന് ചവിട്ടി അണ്ണാ, ഒന്ന് ചവിട്ടി വിടാ. ചവിട്ടണം അല്ലേ? അവൻ പറഞ്ഞത് വണ്ടിയുടെ കിക്കർ ചവിട്ടണം. ഞാൻ ചവിട്ടാളിയാ വണ്ടിയുടെ കിക്കർ ചവിട്ടണം. ചവിട്ടി വിടണ ഒത്തിരി അങ്ങോട്ട്. നീ നോക്കണേ. ഇപ്പൊ കിട്ടിയ നോക്കിയോണ്ടിരിക്കുക. ചവിട്ടണ്ണ. നീ പെട്ടെന്ന് ശരിയാക്കണം. എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണം. എനിക്ക് ഓഫീസിൽ പോകാനുള്ളതാണ്. ഇതിപ്പോ നിങ്ങൾ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് പോകും ഓഫീസിലോട്ട്. ചായ എടുക്കട്ടാ? വേണ്ട പെങ്ങളെ, ചായയുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പിള്ളേരെ ഇങ്ങനെ വന്നേ. എന്തോ നോക്കിക്കണേ? മാമനെ വിളിച്ചിട്ട് അകത്ത് പോ. അകത്ത് പോവാൻ. നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ നോക്കാൻ ഇവിടെ എന്താ താലപ്പൊലി കിടക്കണം? അല്ലടാ, എഴുന്നള്ളത്ത് കിടക്കും. വാ മാമ, ഇത് നമുക്ക് പറ്റിയ കേസല്ല. വാ ചേട്ടാ പോവാം. അളിയകത്ത് പോ. അളിയകത്ത് പോണം. മിക്കവാറും ഞാൻ അകത്ത് പോകേണ്ടി വരും. വിട്ടുകളാ പോവാം. വാ. അല്ല, അങ്ങനെ വിട്ടുകളഞ്ഞാലോ? ഇതൊന്ന് ശരിയാക്കിയിട്ട് പോയാ പോരെ?
ഇതൊരു വിറ്റ് കേസ് തന്നെ. ഇപ്പൊ എല്ലാം കൂടെ വിൽക്കേണ്ടി വന്നേനെ. നീ നോക്ക്. എങ്ങോട്ട് പോകണം? അല്ല ഞാൻ ഒന്ന് പോയിട്ട് വരാം. കൊണ്ട് ഇവിടെ ഇരുന്നാൽ അല്ല അവൻ ചായ കൊടുക്കും. വേണ്ട മാമ ഇവിടെ ഇരി. മാമ ഇരി. ഇവിടെ ഇരി. ഇരി മാമ. അവൻ ആര്? പ്ലെയിൻ ഉണ്ടാക്കുന്ന എഞ്ചിനീയർ. മാമ ആളൊക്കെ പാവമാണ്, പക്ഷെ ആ വർത്തമാനമാണ് ശരിയല്ലാത്തത്. ശരിയല്ല. മാമ അയാളൊന്ന് ശരിയാക്കി എടുക്കണം. എടുക്കണം. അയാൾക്ക് ആരെയും ബഹുമാനം ഇല്ല. ഇല്ലടി. എന്നെ വലിയ കാര്യമാണേ ചേച്ചീന്ന് തികച്ചു വിളിക്കൂല. തികച്ചവനെ കൊണ്ട് വിളിപ്പിക്കാൻ ഞാന്. ഇടി അതെ എവിടുന്ന് കിട്ടിയടി അങ്ങനെ ഈ സാധനത്തിന്? അവന്റെ വർത്താനം കേട്ടാ അറിയാം അവന് ഒരു പണി അറിഞ്ഞൂടാ. ഭയങ്കര മേസ്ത്രിയാണെന്നാണ് ഭാവം. അതെ യവൻ ശരിയാക്കുന്നോണ്ടാ അളിയന്റെ വണ്ടി ഒരിക്കലും ശരിയാകാത്തത്. യവനെ വണ്ടിപ്പണി ഞാനൊന്നും പഠിപ്പിച്ചാൽ വേണ്ട. ആ പോട്ട് മാമ, ആകെ അറിയുന്ന പണി അതാണ്. ജീവിച്ച് പോട്ട്. ഇടി അറിയാവുന്ന പണി വേറെ എന്തെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ അത് ചെയ്തൂടെ? നല്ലവങ്ങളെ എനിക്കൊരു സംശയം. അളിയൻ ഈ ബാങ്കിലെ പണി വല്ലതും അറിയാവോ? അതെന്തേട്ടാ അങ്ങനെ ചോദിച്ചേ? അല്ല നമ്മുടെ നാട്ടുകാർക്ക് സംശയമുണ്ടേ അളിയന് ബാങ്കിൽ തന്നെ ആണോ പണിയുന്ന്. ഇറച്ചി വെട്ടുകാരന്റെ മുഖവും ബാങ്ക് മാനേജറുടെ ജോലി. അല്ല മാമ, അച്ഛൻ വർക്കിലൊക്കെ പെർഫെക്റ്റ് ആണ്. ആണോ? എന്നാലും അവരാൾ ശരിയല്ല. ചേട്ടാ അവിടെ ഇരി. മാമ ഇരി, ഇരി. ഇരി, ഇരി, ഇരി. ശാന്തം. ഞാൻ ചായ എടുക്കട്ടാ. ഓ ചായ കുടിക്കാനുള്ള ഒരു മൂഡിലല്ലടി. ഞാനേ അവിടെ എന്തോ നടക്കണം നോക്കിയിട്ട് വരാം. ആ ചേട്ടാ ഇവിടെ തന്നെ ഇരിക്കണം, അങ്ങോട്ട് വരണ്ട. ഞാനിവിടെ ഇരുന്നോളാം. വെറുതെ എന്തിനാ ഉണ്ടാക്കുന്നത്? അത് തന്നെ. ഇടി അവനെ ഇടക്കിടക്ക് ഇവിടെ പണിക്ക് വരാറുണ്ടോ? വരും മാമ. വരും. എന്ത് മാമ? ഒന്നുമില്ല. അല്ല ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അങ്ങോട്ടില്ല, ഞാനിവിടെ ഇരുന്നോളാം. അതായിരിക്കും നല്ലത്. മാമനെ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും പ്രവൃത്തിയോ സംസാരമോ ഒക്കെ കാണുകയാണെങ്കിൽ കണ്ടില്ല എന്നടിക്കണം. അത്രേ ഉള്ളടി, അവൻ അത്രേ ഉള്ളു. അപ്പം ഒരു കാര്യം, നീ നിന്റെ അച്ഛനോട് പറയണം പണി കൃത്യമായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ അവന് കാശ് കൊടുക്കാവൂ കേട്ടോ. പറയാം. നിങ്ങളില്ലേ? നീ വാ. ഞാനിവിടെ ഇരിക്കുക. ചെല്ലേ. ഡേയ് അതുപോലെ എന്റെ കിക്കറിനൊരു പിടുത്തമുണ്ട്, അത് ശാലം ഗ്രീസ് ഇട്ടൊന്ന് ശരിയാക്കണം. അണ്ണാ അതിന്റെ കിക്കറിന്റെ മൊത്തം പൊളിച്ച് പണി ചെയ്താലേ പറ്റുള്ളൂ. അതിന്റെ മില്ലിങ് ഒക്കെ മാറണം, എങ്കിലേ അത് ശരിയാവുള്ളൂ. പിന്നെ പഴയതുപോലെ മൈലേജും ഇല്ല. ഇത്രയും വർഷം ആയില്ല അണ്ണാ, ഞാൻ മാക്സിമം ഈ പാട്ടെ പണി ചെയ്ത് വെച്ചിട്ടുണ്ട്. ആട്ടെ എന്തായാലും വീൽ ജാമിങ് മാറി, ഇപ്പൊ ഉടനെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ല, നിങ്ങളെടുത്ത് ഓട്ടിക്കായിരുന്ന ഒരു പ്രശ്നമില്ല. ഓടിക്കാതിരിക്കാൻ പറ്റുമോ? മക്കളെ അച്ഛന്റെ പേഴ്സിൽ നിന്ന് ഒരു 500 രൂപ എടുത്തുണ്ടോ? നിങ്ങൾ എന്തിനാണ് ഈ കീഴും കണക്കില്ല പറയണം? 500 ഒന്നും ആവശ്യമില്ല, എനിക്കൊരു 150 രൂപ മതി. അത്രയും മതി. മതി. എന്തായാലേ പക്ഷേ ഇവിടെ ഈ ചേഞ്ച് കാണൂല 150 രൂപയായിട്ട് എടുക്കാനായിട്ട്. ഞാൻ വർഷാപ്പ് വരുമ്പോ തന്നാ മതിയാ? മതി മതി. വൈകുന്നേരം ഞാൻ കൊണ്ടിറങ്ങും. മതി. ശരി എന്നാ ചായ കുടിക്കുന്ന. ഇല്ല നിങ്ങൾ അളിയനെ ഒന്ന് വിളിക്കും. അളിയൻ എന്തിന്? യാത്ര പറഞ്ഞിട്ട് പോയി. അയ്യോ അതൊന്നും വേണ്ട, ശരിയാവൂല. ചേച്ചിയുടെ സഹോദരനായോണ്ട് പറയണല്ല, 19 വയസ്സൊക്കെ ആയില്ലേ, മണിക്കുട്ടൻ ചട്ടമ്പി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊച്ചു പിള്ളേരുടെ പോയി കയറി കൊടുത്താൽ വെട്ടി പിരുത്തു വിടുവമാര്. നിങ്ങളെ കാര്യം തന്നെ ഇപ്പൊ ഇവിടെ പറഞ്ഞോണ്ടിരുന്നത്. 19 വയസ്സൊക്കെ ആയില്ലേണ ഈ പരിപാടിയൊക്കെ വെച്ച് നിർത്തിക്കൂടി. ഒരു കല്യാണം കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വഭാവത്തിനൊക്കെ മാറ്റം വരുമെന്ന്. മണിക്കൂട്ട ഇവ ഇങ്ങനെ തമാശക്ക് ഇങ്ങനെ വളവളാന്ന് പറഞ്ഞോണ്ടിരിക്കും, പക്ഷെ ഇവൻ നല്ല സ്നേഹമുള്ള പയ്യനാണ് കേട്ടാ. ആര് പറഞ്ഞു സ്നേഹം ഉണ്ടെന്ന്? എല്ലാവരും സ്നേഹിക്കാൻ ഞാൻ യാചി കൊടുത്തുവാ. അനിയാ ഒരുപാട് ലേറ്റ് ആയില്ലേ? ചെല്ലാൻ നോക്ക്, ഒരുപാട് ജോലിയൊക്കെ ബാക്കിയുണ്ട് അവിടെ. പണിയൊക്കെ ഞാൻ ചെയ്തോളാം. ചേച്ചി നേരത്തെ ഒരു ചായ കേസ് പറഞ്ഞില്ലേ, ആദ്യം അത് കുടിച്ചിട്ട് പോവാ. പിന്നെ കുടിക്കാതെ അവൻ എന്താ ചായ കൊടുക്കാഞ്ഞത്? അലയണ്ട. അനിയൻ എങ്ങോട്ടാ പോന്നേ? വർക്ക്ഷോപ്പിലോട്ട്. വർക്ക്ഷോപ്പിലോട്ട് ഞാനും കൂടെ. എനിക്ക് ആ ജംഗ്ഷനിലൊന്ന് ഇറങ്ങണം. ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് ഞാൻ നിനക്കൊരു ചായ വാങ്ങിച്ചു തരും, അത് കുടിച്ചിട്ടേ പോകാം. മണിക്കൂട്ട ഇപ്പൊ എന്തിനാ ജംഗ്ഷനിൽ പോണേ? അളിയൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോവാ, അല്ലെങ്കിൽ ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാം. വേറെ കാര്യമുണ്ടല്ലിയാ, ചായ കുടിക്കണ്ടേ? ചായ മാത്രം പോരാ, കടി തരാം, കടിക്കാം. വാ മക്കളെ. മാറിയില്ല അങ്ങോട്ട്. ഇതെന്തോന്ന് ഭാര്യ ലേബർ റൂമിൽ കിടക്കണ? അതെ, ഭാര്യ ലേബർ റൂമിൽ കിടന്നപ്പോ ഇത്രയും ടെൻഷൻ ഇല്ലായിരുന്നു. ഇതെന്ത് പറ്റി? എന്തോന്ന് കാര്യം? ഇതൊന്ന് കാര്യം എന്നാ
നിന്റെ ചേട്ടൻ ആ പയ്യനെയും വിളിച്ചോണ്ടാണ് പോയിരിക്കുന്നത് വണ്ടി നന്നാക്കുന്നത്. അവനിപ്പോ എന്താച്ചാ എടി അയാൾ എപ്പോഴും ഇവിടെ വന്നാലും പ്രശ്നമല്ലേ ഉള്ളൂ. ആരെങ്കിലും ഇടിക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന മനുഷ്യനല്ലേ. അങ്ങനെയൊന്നും ഇല്ല. ചേട്ടൻ കൊണ്ടുപോയി ചായ വാങ്ങിച്ചു കൊടുത്തിട്ട് ഇപ്പൊ വരും. ചായ വാങ്ങിച്ചു കൊടുക്കും, അതെനിക്കറിയാം. പക്ഷെ മക്കളെ, പറയുന്നതിന്റെ ഇടയ്ക്ക് ഒരു വാക്കുണ്ട്, കടിയും തരാന്ന്. കടിക്കുന്നില്ല. കടിക്കാൻ എന്റെ ചേട്ടൻ തോന്നുന്നു. മാമൻ കടിക്കൂല, അള്ളും. ഹോ, അവിടെ ഇപ്പൊ എന്ത് നടക്കുകയാണോ എന്തോ. എന്റെ ചേട്ടനെ കുറ്റം പറയാൻ കിട്ടിയ ഒരു അവസരം പാഴാക്കല്ലേ. കുറ്റം പറഞ്ഞല്ല, സത്യം പറഞ്ഞത്. എന്തോന്ന് സത്യം? നീ ആലോചിച്ച് നോക്ക് മണി, അളിയെ എപ്പോഴൊക്കെ ഇവിടെ വന്നു അപ്പോഴൊക്കെ പ്രശ്നമല്ലേ ഉള്ളൂ. ഒരു പ്രശ്നവും ഇല്ല. നിങ്ങൾ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കും, എന്റെ ചേട്ടൻ അത് സോൾവ് ചെയ്യും, അത്രേ ഉള്ളൂ. ഞാൻ പ്രശ്നം ഉണ്ടാക്കി, വണ്ടി കേടാത് എന്റെ കുറ്റം. ഞാൻ ആ മെക്കാനിക്കിനെ അവിടെ ചെന്ന് കൈയും കാലും പിടിച്ചാണ് കൊണ്ടുവന്നത്. അച്ഛന്റെ പാട്ട വണ്ടിയാണ് എല്ലാത്തിനും കാരണമായത്. നിനക്കൊക്കെ പാട്ട വണ്ടി, അവിടെ പോണം ഇവിടെ പോണം, നിനക്ക് ഗ്രൗണ്ടിൽ പോണം, നിനക്ക് കൂട്ടുകാരുടെ വീട്ടിൽ പോണം, അതിനൊക്കെ ഈ പാട്ട വണ്ടി വേണം. മക്കളെ, മാമൻ എന്തും പറയും, പക്ഷെ വണ്ടി പറയില്ല കേട്ടോ. അതാണ്. കൊള്ളു കൊള്ളു. അതേടി, ഞാനേ ആദ്യമായിട്ട് ജോലി കയറിയിട്ട് വാങ്ങിച്ചു. അയ്യോ, തുടങ്ങല്ലേ, പുരാണം തുടങ്ങല്ലേ. നിന്നെ കാണുന്നതിന് മുമ്പ് ഞാൻ വണ്ടി കണ്ടു. അന്ന വണ്ടിയും കെട്ടി പിടിച്ചോണ്ടിരുന്നു. ഞാനും മാമന്റെ കൂടെ പോയാ മതിയായിരുന്നു. ഞാനും അയാളെ കിറ്റാക്കി എടുത്ത് ഇടിച്ചു സൂപ്പാക്കായിരുന്നു. ഞാൻ ഇല്ലാത്ത സമയത്ത് എന്നെ ചേട്ടൻ വല്ലതും പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ഒന്നും പറഞ്ഞില്ല, നിന്റെ മക്കൾ തന്നെ പറഞ്ഞത്. ഞാൻ അയാളെ കാര്യമാണ് പറഞ്ഞത്. ഞാനല്ല, ഇവരാണ് പറഞ്ഞത്. കിട്ടിയ അവസരത്തിൽ എന്റെ ചേട്ടനെ കുറ്റം പറഞ്ഞോളൂ. ചേട്ടൻ വരും, നല്ല സ്നേഹമുള്ള മനുഷ്യനാണ്. എല്ലാത്തിന്റെ മനസ്സിലും ദുഷ്ടത മാത്രമേ ഉള്ളൂ. അയാളെ കിട്ടിയിരുന്നെങ്കിൽ. അയാളുടെ അഹങ്കാരത്തിന് ഇതൊന്നും അല്ല ചെയ്യേണ്ടത്. അധ്വാനിച്ച് ജീവിക്കുന്ന പയ്യൻ. നാക്കാണെങ്കിലോ ഒരു മുഴ നീളമുണ്ട്. നിന്റെ അമ്മയ്ക്ക് നാക്കില്ലല്ലോ. എന്റെ അമ്മയ്ക്ക് എന്ത് കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. പിള്ളേര് സത്യം പറയുള്ളൂ, പിള്ളേർ മനസ്സിൽ കള്ളമില്ല. അതെ. പോട്ടെ പോട്ടെ പോട്ടെ, അങ്ങോട്ട് വെള്ളമല്ലേ? ആ പോട്ടെ 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 അറിയാ പോട്ടെ, നീങ്ങട്ടെ, പോട്ടെ പോട്ടെ പോട്ടെ. ആ ഇനി നിർത്ത. വണ്ടി വീഴരുത്. എന്തിനാ ഇവിടെ കൊണ്ടുവന്നേ? പറഞ്ഞു തരാം. വാ. എനിക്ക് നിന്റെ 3 കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതെന്ന് തോന്നുന്നു. 1, നിന്നെ കണ്ടപ്പോഴേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. 2, നിനക്ക് ഇച്ചിരി അഹങ്കാരം കൂടുതലുണ്ട്. 3, അത് ഞാൻ ഏറ്റവും വെറുക്കപ്പെട്ട ഒരു കാര്യമാണ്. അതെന്ന് തോന്നുന്നു. അസ്ഥാനത്തുള്ള കോമഡി. അയ്യോ അയ്യോ അയ്യോ, നീ കുറച്ചുകൂടെ ക്ലിയർ ആകാനുണ്ട് അല്ലേ? ക്ലിയർ ആകാനുണ്ട്. ഞാനിപ്പൊ ശരിയാക്കി തരാവടാ. ഇപ്പൊ നീ ക്ലിയർ ആയി. അതെ, വേറൊരു കാര്യം, ഇത് നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാ മതി. മൂന്നാമതൊരാൾ അറിഞ്ഞാല് ഞാൻ അങ്ങ് വരും എന്റെ വർക്ക്ഷോപ്പിലോട്ട്. വളരെ എളുപ്പമാ, 50 മീറ്ററുള്ള അക്കരയ്ക്ക്. അല്ലെങ്കിൽ നീ ഇങ്ങനെ കറങ്ങി ചുറ്റി വരേണ്ടി വരും. ഇത് ക്രോസ് കട്ടാ, ചെല്ല് ബൈപ്പാസ്. ആ പെങ്ങളെ, അവന്റെ കാര്യം ഓക്കെ. ഇനി ശല്യമൊന്നും ഉണ്ടാകത്തില്ല. പെർഫെക്റ്റ് ഓക്കെ. ഇവിടെ പറഞ്ഞതാ. ഉരുളയ്ക്ക് പേര്